സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷം. അത് ഇത് ഒരു ഡിഫറെന്റ് ജേണലിലുള്ള പടം കാണാൻ പോകുന്നത് എമ്പുരാനത്രേ പെട്ടെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്. നല്ല മൂവിയായിരുന്നു, ത്രില്ലറായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം. 100 കോടി KGF മാസമൊന്നുമില്ല, നോർമൽ ഒരു മൂവി. ഇല്ല, കുഴപ്പമില്ല. ഇത് അടിച്ചു കയറി ആണ്. ഭയങ്കര ഗെയിമിങ്ങിനെ കുറിച്ചായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ കുറച്ച് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്കും എല്ലാം ചളവായിപ്പോയി. വലിയ ഇതൊന്നും പറയാനായിട്ടില്ല. ഈ ഏജ് എന്ന് പറഞ്ഞ വേറെ നമ്പറാണെന്ന് മമ്മൂട്ടി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ ഗെയിമേഴ്സിനെ കുറിച്ച് പറഞ്ഞു ബോറടിച്ചു. അത്ര സിനിമ ഇല്ലേ, സ്റ്റൈലിഷും ആ ഒരു അല്ലായിരുന്നു. റിവ്യൂസ് ഒക്കെ അറിഞ്ഞാണോ വന്നല്ല? അല്ല, ആദ്യം വിചാരിച്ച് കൊള്ളായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കണ്ടപ്പോ ഒരു കുറച്ച് ബോറുണ്ടായിരുന്നു. മമ്മൂക്കയുടെ ഒരു 100 കോടി ആയിരിക്കുമോ സിനിമ? ഇല്ല, വൺ ടൈം വാച്ച് എക്സ്പെരിമെന്റ്. നമ്മൾ ഇതുവരെ മലയാളത്തിൽ കാണാത്ത ഒരു സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞേക്കുന്നു ഗെയിമിങ്ങിനെ കുറിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കൊള്ളാം, ഒരു വൺ ടൈം വാച്ച് എന്നുള്ളൂ, വലിയ കിടിലല്ല. എന്നാലും ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഇതുവരെ മലയാള സിനിമ കാണാത്തൊരു ഗെയിമിങ്ങിനെ പറ്റിയുള്ള കൊള്ളായിരുന്നു, നല്ലതാണ്. ആക്ടിംഗ് ഒക്കെ വെറൈറ്റിയാ, പക്ഷെ അത്ര സൂപ്പർ ആണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ കുറച്ച് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്കും എല്ലാം ചളവായിപ്പോയി. ഒരുപാട് ബിൽഡപ്പ് ഏറ്റി വന്നിട്ട് എല്ലാം കൂടെ ഒറ്റയടിക്കിട്ട് വരായിപ്പോയി. അവസാനം ബോറിംഗ് ആയിരുന്നു, അത്യാവശ്യം എനിക്കൊന്നും മനസ്സിലായില്ല. അഭിനയൊക്കെ ആരാ എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ടതായിട്ട്? മമ്മൂട്ടി തന്നെയാണ്. കുഴപ്പമില്ല. ഉണ്ടാവില്ല ഈ കൊച്ചു പിള്ളേർക്കോ അല്ല ഏജ് അങ്ങനെയുള്ള പിള്ളേർക്കുള്ളതാണ് ഗെയിമൊക്കെ. നമുക്കൊന്നും അതൊന്നും ശരിയാവില്ല, കണക്ട് ആയില്ല. ഇല്ല. നമുക്ക് എങ്ങനെയുണ്ട് ഇതിൽ? ഇതിനേക്കാളും എനിക്ക് മമ്മൂടി ഓക്കെ, പക്ഷേ എമ്പുരാനത്രേ പെട്ടെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്. ഓക്കെ, തിയേറ്ററും കാലിയാണ്, ഏകദേശം പകുതിയുടെ മുകളിൽ സീറ്റ് കാലിയാണ്. അവസാനത്തെ 20 മിനിറ്റ് ഒക്കെ മമ്മൂക്കിയുടെ ഭയങ്കരമായിട്ടൊരു പ്രകടനം. അത് കുഴപ്പമില്ല, അവസാനത്തെ കുറച്ച് കുഴപ്പമില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നോ എനിക്ക് തോന്നുന്നു. സെക്കൻഡ് പാർട്ട് എടുക്കാൻ സാധ്യതയില്ല. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. മമ്മൂക്ക രണ്ട് കുറവാണ്, അധികം ഒന്നുമില്ല, 1-2 വലിയ ഇതൊന്നും പറയാനായിട്ടില്ല. നമുക്ക് ഫാമിലിക്ക് മനസ്സിലാവുന്നുണ്ടോ സിനിമ എങ്ങനെയാണെന്നുള്ളത്? അത് ലാസ്റ്റ് ആവുമ്പോഴേ മനസ്സിലാവുന്നു. പടം ഒന്നുകൂടെ സെക്കൻഡ് ടൈം കാണാമെന്ന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാം നെഗറ്റീവും ഡീഗ്രേഡിങ്ങും എല്ലാം ആണല്ലോ. നെഗറ്റീവും ഡീഗ്രേഡിംഗ് കൊണ്ട് അത് ഇത് ഒരു ഡിഫറെന്റ് ജേണലിലുള്ള പടം കാണാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഗെയിമിംഗ് കൈൻഡ് ഓഫ് ആണ്, അല്ല മാത്രം മാസോ കാര്യമൊന്നുമില്ല. ഒരു ഗെയിമിംഗ് കൈൻഡ് ആണ്, ആ മോഡൽ കാണാനുള്ളതേ ഉള്ളൂ. ഇതുവരെ കാണാത്തൊരു തരം കൈൻഡ് ഓഫ് വന്നിട്ടില്ല, മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് വന്നിട്ടില്ല. പക്ഷേ ഒരു എക്സ്പെക്ടേഷൻസ് മറ്റേ ഭയങ്കര മാസം കാര്യം കാണിച്ച് എക്സ്പെക്ട് ചെയ്ത് പോകാൻ മാത്രമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചാണ്, ഓരോരുത്തർക്ക് ഓരോ വ്യൂവിൽ കാണുന്നവർക്ക് ഈ മാസമൊക്കെ കണ്ടു പറഞ്ഞവർക്ക് ഒന്നുമില്ല. പക്ഷെ വേറൊരു മോഡ് ഓഫ് കൊള്ളായിരുന്നു. അവസാനം 20-25 മിനിറ്റ്സ് നല്ലൊരു മോഡായിരുന്നു. അത് ഫാമിലി ഓഡിയൻസ് എങ്ങനെ എടുക്കുമെന്നുള്ളതാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 100 കോടി KGF മാസമൊന്നുമില്ല, നോർമൽ ഒരു മൂവി. ഇല്ല, കുഴപ്പമില്ല. അടിച്ചു കയറി ഇല്ല, എനിക്ക് ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈം കാണാൻ വന്നത്. എനിക്ക് ആ പടം അത്രത്തോളം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈം കാണാൻ വന്നത്. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഡീനോനെ ഒരുപാട് പേര് ബ്ലെയിം ചെയ്യുന്ന പോലെ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഡയറക്ഷൻ. അതിൽ ചെറിയ പോരായ്മകൾ എല്ലാത്തിലും ഉണ്ട്, പക്ഷേ ആ ഫസ്റ്റ് മൂവി എന്നുള്ള ലെവലിൽ. പക്ഷേ മൊത്തത്തിൽ നൈസാണ്. 20 മിനിറ്റ്സ് അല്ല, അപ്പാർട്ട് ഫ്രം ദാറ്റ് മൂവി ഒരു നോർമൽ ലാഗ് അടിച്ചാൽ പോകുന്നത്. 20 മിനിറ്റ്സ് സ്കോറിംഗ് ആണ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി, സൂപ്പർ. പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആണൊക്കെ നടക്കുന്നത്. ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമ. നല്ല മൂവിയായിരുന്നു, ത്രില്ലറായിരുന്നു, എൻഗേജിങ് ആണ്. ക്ലൈമാക്സ് അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ ആക്ടിങ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കിടില ആക്ടിങ് ആയിരുന്നു. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്തൊരു തരം ആണ്. ഭയങ്കര ഗെയിമിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട്. വെറൈറ്റി ഐറ്റം. ഫാമിലി ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ കണ്ടിട്ട്? ഫാമിലിക്ക് അത്ര ഇഷ്ടപ്പെടാൻ കാണൂല, പിള്ളേർക്കാണ് ഇഷ്ടപ്പെടുന്നത്. ഓവറോൾ എങ്ങനെയുണ്ട് മൂവി കണ്ടിറങ്ങുമ്പോൾ? ഓവറോൾ ആദ്യം ഇച്ചിരി ലാഗ് അടിച്ച്, പിന്നെ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് കുറച്ചും കൂടെ കിടിലായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിങ് നൈസ് മൂവിയാണ്, ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, നല്ല മേക്കിംഗ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കഥയാണ്. മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്ക നൈസാണ്. ഈ പ്രായത്തിലും
മമ്മൂട്ടി ഈ ഏജ് എന്ന് പറഞ്ഞാൽ വേറെ നമ്പറാണെന്ന് മമ്മൂട്ടി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ലുക്ക്, ഗ്ലാമർ എല്ലാം വെച്ച് നോക്കണം.